സെൻകുമാർ സാർ, ഇന്നലെ നമ്മൾ ഈ തിരുവനന്തപുരത്ത് കണ്ട കോലാഹലങ്ങൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടുത്ത കാലത്തൊന്നും സംഭവിച്ചിട്ടില്ലാത്തത്ര വലിയ കോലാഹലമാണ് നമ്മൾ കണ്ടത്. വീണ തൈക്കണ്ടിയാണ് കേസിലെ പ്രതി. വീണയുടെ അച്ഛൻ മുൻ മുഖ്യമന്ത്രിയാണ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇരിക്കുന്ന ഒരിടത്തേക്ക് ED കടന്നു വരരുത് എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ ഒരു പ്രിവിലേജ് പിണറായി വിജയന് കൊടുക്കേണ്ടതുണ്ടോ? CPM ആവശ്യപ്പെടുന്നത് അത്തരത്തിലൊരു പ്രിവിലേജ് വേണമെന്നായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും ആ വാഹനങ്ങൾ ചൂടുകട്ട ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ രാഷ്ട്രീയ കേരളം കണ്ടത്. എന്താണ് ഈ ഇത്തരത്തിലൊരു വെയിറ്റേജ് നൽകേണ്ടതുണ്ടോ? ഈ CPM പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അവർ പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നതനുസരിച്ച് ഉള്ള കാര്യങ്ങളല്ല നടന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. എവിടെ നടക്കുന്നത് എന്ന് പറയുന്നത്, ഇപ്പോൾ CMRL നിന്ന് യാതൊരുവിധ സർവീസും ചെയ്യാതെ തന്നെ ആകെ 2.78 കോടി രൂപ കിട്ടുന്നു. ഇതുപോലെ മറ്റ് ഏകദേശം 11 മറ്റ് ഫേംസ് കൂടിയുണ്ട്. അപ്പോൾ ഇതിലെല്ലാത്തിലും പലതും കാണുന്നത് ഒരു ആൾ മുഖ്യമന്ത്രി ആയതിൻ്റെ പേരിൽ അയാളുടെ മകൾക്ക് കിട്ടുന്ന സർവീസാണ്, അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരു ട്രാൻസാക്ഷനാണ് അതായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും അത് ഒരു ഒഫൻസാണ്. അത് ഒരു പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ വരുന്ന ഒരു ഒഫൻസ് തന്നെയാണ് അതിൽ വരുന്നത്. അതുകൂടാതെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷിക്കാവുന്ന ഒരു ഒഫൻസ് കൂടിയാണ്. അപ്പോൾ അത് അന്വേഷിക്കുക എന്നുള്ള കർത്തവ്യമാണ് ED ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ED ചെയ്യുന്നത്. അപ്പോൾ ED ചെയ്യുന്ന സമയത്ത് അതിനെ തടസ്സപ്പെടുത്തുക എന്നുള്ളതല്ല, അതിന് തടസ്സം നിൽക്കാതെ അന്വേഷിക്കാനായിട്ട് സൗകര്യം കൊടുക്കുക എന്നുള്ളതാണ് CPMൻ്റെ നേതാക്കൾ ആരായാലും, CPMൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും BJPയുടെ ആയാലും ആ നേതാക്കന്മാരും അവർ ചെയ്ത് മാതൃക കാണിക്കേണ്ടതായിരുന്നത്. പക്ഷെ അതിന് പകരം ആ ഓഫീസേഴ്സിനെ, അതിൽ പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് അതിൽ സാക്ഷികളായിട്ട് കൊണ്ടുപോയ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു ലേഡി ഓഫീസറൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ അടക്കമുള്ള ആൾക്കാരെയാണ് ആക്രമിച്ചത്. ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഈ സംഭവം ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുമ്പോൾ, ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് കിട്ടി, അതിനെ തുടർന്ന് പെട്ടെന്ന് ED നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടത്തുന്നു. അങ്ങനെ നടത്തുമ്പോൾ കേരള പോലീസിനെ വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ അവരെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ കേരള പോലീസിന് അത് കണ്ടതിന് ശേഷം 4-5 മണിക്കൂറിലധികം സമയം കിട്ടുന്നുണ്ട്. അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. ഇപ്പോൾ പല സ്ഥലത്തും, ഇപ്പോൾ കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിലൊന്നും പിന്നീട് പ്രശ്നങ്ങളുണ്ടായില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമാണ് കാര്യമായ പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ നമുക്ക് കണ്ടാൽ അറിയാം. 100 കണക്കിന് പോലീസ് ഹെൽമെറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവരെല്ലാം ഇനാക്റ്റീവായിട്ട് നിന്നു. ആ ഇനാക്റ്റീവായിട്ട് നിന്ന് അവിടെ ഈ കാറുകൾ തല്ലിപ്പൊളിക്കുന്നതിനും അതിനുള്ളിലിരിക്കുന്നവരെ ആക്രമിക്കുന്നതിനും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് പോലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചോളം ഒരു ട്രാൻസിഷൻ്റെ ടൈമാണ്. പഴയ ഒരു ഗവൺമെൻറ് 10 വർഷം ഭരിച്ച് പോലീസിനെ പാർട്ടി ഭരണത്തിൻ്റെ ഒരു ഘടകം ഭരണമാക്കി മാറ്റിയതിന് ശേഷം പുതിയൊരു ഗവൺമെൻറ് വന്നിട്ട് അവർക്ക് അതിൽ നിന്ന് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. ആരും മാറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പോലെയുള്ള പോലീസ് സ്റ്റേഷൻ്റെ SHO ആയിട്ട് ഒരു കാഡർ, ഒരു വളരെ പാർട്ടി അനുഭാവി എന്നറിയപ്പെടുന്ന ഒരാളെ പോസ്റ്റ് ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ ഒക്കെയാണ് അപ്പോൾ അന്ന് അവിടെ ഇത് നിർവഹിച്ചത്, അവിടെ ഇതിൻ്റെ പോലീസിൻ്റെ ഭരണം നിർവഹിച്ചത്. അപ്പോൾ അവിടെ സീനിയർ ഓഫീസേഴ്സ് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണമായിരുന്നു. ആ പോകുന്ന ED ഓഫീസേഴ്സ് തിരിച്ചു പോകുന്ന സമയത്തെങ്കിലും അവർക്ക് എസ്കോർട്ടും പൈലറ്റും ഒക്കെ കൊടുക്കണമായിരുന്നു. അവരെ ക്രൗഡിൽ നിന്ന് തിരിച്ചുവിടണം. ആ ദൂരം വരെയെങ്കിലും അവരെ കംപ്ലീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത്
രണ്ട് സൈഡും പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നും പിൻഭാഗവും പ്രൊട്ടക്റ്റ് ചെയ്ത് അയക്കുന്നതിൽ പോലീസിന് വീഴ്ച വന്നു. ഇത് പോലീസിന്റെ വീഴ്ചയാണ് മുൻ DGP കൂടിയായ ഡോക്ടർ TP സെൻകുമാർ ചൂണ്ടിക്കാട്ടുന്നത്. സർ, ഞാൻ അങ്ങയിലേക്ക് വരാം.